ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബാഴ്സ അപ്ഡേറ്റ്സിന്റെ ആദ്യത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. FC ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട കുറച്ച് റൂമറുകളും റിപ്പോർട്ടുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ടെർ സ്റ്റീഗനാണ്. ഒരുപാട് കാലം ബാഴ്സയുടെ ഗോൾ കീപ്പർ ആയിരുന്ന ഇദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സ ക്യാമ്പ് അദ്ദേഹം വിട്ടു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഡച്ച് ക്ലബ്ബായ അയാക്സ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. താരത്തിന് വേണ്ടി ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് തന്നെ അയാക്സ് അയച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി രണ്ടാമത്തെ താരം അത് ലിയോൺ ഗോറഡ്സ്ക. ഈ താരത്തിന് FC ബാഴ്സലോണയിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡിയോങ്ങിന് വലിയ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വരാനാണ് ഗോറഡ്സ്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ബയേൺ താരത്തെ FC ബാഴ്സലോണ ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മധ്യനിരയിൽ ആവശ്യത്തിലധികം താരങ്ങൾ ഉണ്ട്. പുതിയ താരങ്ങളെ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ബാഴ്സയുടെ ഒരു തീരുമാനം. ഇനി മൂന്നാമത്തെ താരം അത് ഹൂലിയൻ ആൽവരസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ബാഴ്സ നൽകിയ എല്ലാ ഓഫറുകളും അത്ലറ്റിക്കോ മാഡ്രിഡ് നിരസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ താരത്തെ ബാഴ്സക്ക് കൈമാറാൻ അവർക്ക് താല്പര്യമില്ല. എന്നിരുന്നാലും ബാഴ്സ തങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ്. 150 മില്യൺ വരെ ബാഴ്സലോണ ഓഫർ ചെയ്തേക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതും അത്ലറ്റിക്കോ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ബാഴ്സക്ക് ഈ ഡീലിൽ നിന്നും പിന്മാറേണ്ടി വന്നേക്കും. ഇനി നാലാമത്തെ താരം അത് ജസെ ബിസിവു എന്ന താരമാണ്. ഈ യുവ പ്രതിഭയെ ബാഴ്സ സ്വന്തമാക്കി കഴിഞ്ഞു. ബെൽജിയൻ ക്ലബ്ബായ ക്ലബ്ബ് ബ്രൂഗയുടെ താരമാണ് ഇദ്ദേഹം. കേവലം 18 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ലെഫ്റ്റ് വിങ്ങർ ആയിക്കൊണ്ട് കളിക്കുന്ന ഈ താരത്തെ വേണമെങ്കിൽ റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ടും ഉപയോഗപ്പെടുത്താം. വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു ടാലന്റിനെയാണ് FC ബാഴ്സലോണ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ താരം അത് ഡുസാൻ വ്ളഹോവിച്ച് ആണ്. ഫ്രീ ഏജന്റായ ഈ താരത്തിന് ബാഴ്സയിലേക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിനുവേണ്ടി സാലറി കുറക്കാൻ വരെ അദ്ദേഹം തയ്യാറാണ്. പക്ഷെ ബാഴ്സലോണ ഇതുവരെ നീക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടി ഈ ആഴ്ച കൂടി കാത്തിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ബെസിക്ടസ് ആകർഷകമായ ഒരു ഓഫർ വ്ളഹോവിച്ചിന് നൽകിയിട്ടുണ്ട്. ബാഴ്സയിൽ നിന്നും ഓഫർ വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം ബെസിക്ടസിലേക്ക് പോയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയും അപ്ഡേറ്റുകളാണ് ബാഴ്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.